ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഓണ സദ്യ വിഭവങ്ങളുടെ രണ്ടാമത്തെ വിഭവമാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ വിഭവം സാമ്പാർ കാണിച്ചു കഴിഞ്ഞു. ആ സാമ്പാർ ഉണ്ടാക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണാം. മാത്രമല്ല, ആ സാമ്പാർ ഉണ്ടാക്കുന്നതിൽ എല്ലാവരും നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതെനിക്ക് വളരെയധികം സന്തോഷം തന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. ഈ എരിശ്ശേരി ഉണ്ടാക്കുന്നത് ചെറുപയറും കുമ്പളങ്ങയും വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ മത്തങ്ങ വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കാറ്. ഇന്നിവിടെ ഒരു വ്യത്യസ്തമായിട്ട് കുമ്പളങ്ങയും ചെറുപയറും വെച്ചിട്ടുണ്ടാക്കുന്നത് കാണാം. ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് ചെറുപയർ എടുക്കുകയാണ്. 1/2 കപ്പ് ചെറുപയറാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെക്കണം. അതൊരു 1-2 വിസിലടിച്ചാൽ മതിയാവും. അതിനുശേഷം നമ്മൾ വീണ്ടും കുമ്പളങ്ങ ഇട്ടിട്ട് വേവിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് പകുതി വേവായാൽ മതി. അതിനുശേഷം നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ വീണ്ടും 1-2 വിസിലടിക്കുക. അപ്പോൾ ശരിക്കും ചെറുപയർ വെന്തിട്ടുണ്ടാവും രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും. അതിനായിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, 1/2 കപ്പ് തേങ്ങ, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, നല്ല ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിളും അതുപോലെ ചെറുപയറും ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വേപ്പില, പിന്നീട് പച്ചമുളക്, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർക്കാം. നോക്കിയിട്ട് ചേർത്താൽ മതി. മാത്രമല്ല, ഞാനിപ്പോൾ നല്ല ലൂസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ സദ്യക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയൊന്നും അളവ് വേണ്ട. വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇത്തിരി തിക്കായിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ സദ്യയിൽ വിളമ്പാനൊക്കെ എളുപ്പമുണ്ടാവും. ഇതൊരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് അത് താളിക്കാം. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, പച്ചമുളക് ഇട്ടു, വേപ്പില ഇട്ടു. എന്നിട്ട് കറി താളിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.